ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ കുറേ നാളത്തെ വീഡിയോയ്ക്ക് ശേഷമാണ് കേട്ടോ ഇപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ആയിട്ട് വരുന്നത്. എന്ന് പറഞ്ഞാൽ ഇന്നൊരു ഗെറ്റ് റെഡി വിത്ത് മീ അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ചെറിയൊരു പരിപാടിയും കൂടി ഉണ്ട്. എൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പം അതിന് വേണ്ടിയിട്ട് റെഡിയാവുന്ന വീഡിയോ ഒന്ന് ജസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് കേട്ടോ. ഇപ്പം നിങ്ങളെപ്പോഴും എൻ്റെ വീഡിയോ കണ്ടു കാണും. ഞാൻ എപ്പോഴും ഒരു ചെറിയ നൈക്കയുടെ ഐഷാഡോ കേട്ടോ ഞാൻ എടുക്കുന്നത്. പക്ഷേ അതിന് വേണ്ടിയിട്ട് ഞാനൊന്ന് ചേഞ്ച് ചെയ്തിട്ട് ഞാൻ നമ്മുടെ ഫ്ലിപ്കാർട്ടിൽ നിന്ന് കുറച്ച് പർച്ചേസ് ചെയ്തായിരുന്നു. അപ്പം അതിൽ ഒന്നാണ് കേട്ടോ. ഞാൻ ഇതാണെന്ന് ഓർക്കുന്നില്ല. അത്യാവശ്യം കുറച്ച് ഐഷാഡോ പാലറ്റ് ഞാൻ വാങ്ങിച്ചിരുന്നു. അതും കുറച്ച് എമൗണ്ടൊക്കെ ആയിട്ടുണ്ടായിരുന്നുള്ളൂ, 200 അങ്ങനെ കുറച്ച് ഒരു സെയിൽ വന്നപ്പോൾ ഞാൻ എടുത്തതാണ് കേട്ടോ. അപ്പം ഞാൻ അതാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ ഫസ്റ്റ് ഒരു ലൈറ്റ് കളറ് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തിട്ട് അതിന് ശേഷമാണ് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന ഈ ഒരു ഷെയ്ഡ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അത് നന്നായിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഐലൈനറൊന്നും എഴുതുന്നില്ല, ജസ്റ്റ് നൈറ്റ് ആയതുകൊണ്ട് ചെറുതായിട്ടൊന്ന് കേക്ക് മുറിക്കുന്ന മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഒന്ന് റെഡി ആവാമെന്ന് വെച്ച് അപ്പം ഞാൻ അതിൻ്റെ പുറത്ത് ഹൈലൈറ്റ് ഒന്ന് ചെറുതായിട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ മൂക്കിൻ്റെ അവിടെയൊക്കെ ഒന്ന് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വിട്ടുപോയി. പിന്നെ രാത്രി ആയത് കാരണം നമ്മുടെ വീട്ടിൽ വേറെ പരിപാടിയൊന്നും ഇല്ലാത്ത കാരണം സൺസ്ക്രീൻ ഇടുന്നില്ല. അപ്പം അതിന് ശേഷം ഞാനും ഇതും വാങ്ങിച്ചതാണ് കേട്ടോ. ഓൺലൈനിൽ നിന്ന് തന്നെ പർച്ചേസ് ചെയ്തതാണ്. അധികം എമൗണ്ടൊന്നും ഇല്ല കേട്ടോ. ഇപ്പം എനിക്ക് തോന്നുന്നു ഐബ്രോ എടുക്കുന്നതിനെക്കാട്ടും കുറച്ചും കൂടെ നല്ലത് ഐ പൗഡർ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് എപ്പോഴും നമ്മൾ ബ്രോസിൻ്റെ ഈ കോർണറിൽ നിന്ന് വേണം ഫസ്റ്റ് സ്റ്റെപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ. അതിനുശേഷം സെക്കൻഡ് സ്റ്റെപ്പ് ഇവിടെ നിന്നാണ് കേട്ടോ വരുന്നത്. ഇവിടുന്ന് നേരെ വലിച്ചിട്ട് ആ എൻഡിങ്ങിൽ കൊണ്ട് ജോയിൻ ചെയ്യിക്കുക. അപ്പോൾ രണ്ട് സൈഡിൽ നിന്നും. ഇനി തേർഡാണ് നമ്മുടെ ഈ സൈഡിൽ നിന്ന് എഴുതിയിട്ട് ആ കോർണറിൽ കൊണ്ടുവന്ന് അങ്ങനെ 3 പാർട്ടായിട്ട് വേണം നമ്മൾ ഐബ്രോസ് ഫില്ല് ചെയ്യാൻ. എന്നിട്ട് അത് വെച്ച് തന്നെയായിട്ട് ഞാൻ അപ്ലൈ ചെയ്യാണ്. ഞാൻ ഈ കളറാണ് കേട്ടോ, മറ്റേ ഒരു ഗ്രേ കളറാണ്. ബ്ലാക്ക് കൊടുത്താൽ കുറച്ച് നമുക്ക് ആർട്ടിഫിഷ്യലായിട്ട് തോന്നും. അപ്പോൾ ഈ കളറാകുമ്പോൾ നമുക്ക് നാച്ചുറലായിട്ട് തോന്നുകയും ചെയ്യും. ബ്ലാക്ക് ഇട്ടാൽ ഞാൻ അധികം ബ്ലാക്ക് ഉപയോഗിക്കാറില്ല. ഐബ്രോ ആണെങ്കിലും ഞാൻ ഒരുമാതിരി നമ്മുടെ ഒരു മെറൂൺ കളറൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. അത് മെറൂണല്ല, നമ്മുടെ അത്യാവശ്യം ഒരു കോഫി കളറൊക്കെയാണ്. അപ്പോൾ അതങ്ങ് അപ്ലൈ ചെയ്യുകയാണെങ്കിലും നാച്ചുറലായിട്ട് തന്നെ ഇരിക്കും. പിന്നെ ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന നമ്മുടെ സെയിം പൗഡർ തന്നെയാണ്. വേറെ ഒന്നും ഞാൻ ഫേസിൽ ഉപയോഗിക്കാറില്ല. അത് കാരണം ഇത്രയേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ കൂടെ സൺസ്ക്രീൻ്റെ കുറവ് മാത്രമേ ഉള്ളൂ. അപ്പം നമ്മൾ നോസ്റ്റഡാണ് കേട്ടോ. ഇത് തന്നെയാണ് ഞാൻ കുറേ നാളായിട്ട് യൂസ് ചെയ്യുന്നത്. എനിക്ക് ഗോൾഡ് ഇട്ടിട്ട് നമ്മൾ ഒരു ഫ്ലവറിൻ്റെ ഞാൻ ആദ്യം വാങ്ങിയിരുന്നത്. അതിൻ്റെ ആ മൂക്കിൻ്റെ അവിടെയായിട്ട് ആ ഫ്ലവറിൻ്റെ തന്നെ ഒരു പാടുപോലെ വന്നതിന് ശേഷം, ഒരു ബ്ലാക്ക് പാടുപോലെ വന്നതിന് ശേഷം ഞാൻ അത് മാറ്റിയതാണ്. ഇപ്പോൾ ഇത്രയും നാളായിട്ട് ഞാൻ ഇത് തന്നെ യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതും ഞാൻ വാങ്ങിച്ചാണ് കേട്ടോ, ഹെയർ എക്സ്റ്റൻഷൻ. അപ്പോൾ എനിക്കറിയില്ലായിരുന്നു, കാരണം ഓൾറെഡി എൻ്റെ സ്മൂത്ത്ഡ് ഹെയർ ആയിരുന്നു. അപ്പോൾ അത് കുറച്ചിപ്പം മാറി. ഇപ്പം കഴിഞ്ഞിട്ട് സ്മൂത്തനിങ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 2 ഇയറോളം ആയി. പിന്നെ ഞാൻ വേറൊന്നും ചെയ്തിട്ടില്ല, കാരണം കുറച്ചൊന്ന് നാച്ചുറലായിട്ട് വളരാൻ വേണ്ടിയിട്ട് തന്നെ ഒന്നും ചെയ്യാതെ തന്നെ ഇരിക്കുകയാണ്. അപ്പം എനിക്കിത് ആപ്റ്റാവുമെന്ന് ഞാൻ നോക്കിയിരുന്നില്ല. എമൗണ്ട് ഒരു 200 സംതിങ്ങേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ നമ്മുടെ ഈ ഹെയർ എക്സ്റ്റൻഷനൊക്കെ ഇറങ്ങിയ സമയത്തൊരു 4-5 വർഷം മുൻപ് അന്ന് ഞാനൊരു 2000 റുപ്പീസ് കൊടുത്താണ് ഈ ഹെയർ എക്സ്റ്റൻഷൻ വാങ്ങിക്കുന്നത്. അപ്പം അതും നമ്മൾ ഗുഡ് വില്ലിൽ പോയിട്ടാട്ടോ ഞാൻ വാങ്ങിച്ചിരുന്നത്. അപ്പോൾ ഇത് ഓൺലൈനിൽ ഞാൻ കണ്ടപ്പോൾ ഞാൻ ഇതുവരെ വാങ്ങിച്ചിരുന്നില്ല. അപ്പം ഞാനൊന്ന് വാങ്ങിച്ച് ട്രൈ ചെയ്യാമെന്നും പറഞ്ഞ് നോക്കിയാണ്. അപ്പം ഞാൻ അല്ലാണ്ടൊക്കെ വെക്കുമ്പോഴൊക്കെ ഭംഗിയുണ്ടായിരുന്നു. അപ്പം എന്തായാലും ഇന്നൊന്ന് ഫിറ്റ് ചെയ്തേക്കാം, എന്തായാലും വീഡിയോ എടുക്കല്ലെന്ന് വെച്ചിട്ടാണ് കേട്ടോ. അപ്പം ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നതാണ്. അപ്പം ഇങ്ങനെ നമ്മൾ ഫിറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അറിയില്ല ഹെയർ എക്സ്റ്റൻഷൻ വെച്ചിട്ടുണ്ടെന്നും ബാക്ക് സൈഡ് ആണെങ്കിലും. പിന്നെ നൈറ്റ് ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ അധികം ഹെയർ ഒന്നും നന്നായിട്ട് കെട്ടാത്ത, വീട്ടിൽ തന്നെയല്ലേ, അത് കാരണം കൊണ്ടാണ്. അപ്പം ഞാനൊന്ന് ട്വിസ്റ്റ് ചെയ്ത് ഈ സൈഡൊന്ന് സെക്യൂർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഒന്ന് ചെയ്ത് നോക്കുന്നത്. പക്ഷേ എനിക്ക് സൈഡ് പോർഷൻ എടുത്തിട്ടും അധികം ഒരു ഭംഗി തോന്നിയില്ല. ഞാൻ ആദ്യം സൈഡ് പോർഷൻ എടുത്തിട്ട് ഹെയർ കെട്ടാമെന്നാണ് വിചാരിച്ചത്. ലൂസ് ഹെയർ തന്നെയാണ്. അപ്പോൾ 2 സൈഡിൽ നിന്ന് എടുക്കാമെന്നാണ്. പക്ഷേ എനിക്ക് ആ സൈഡ് ഞാൻ അഴിച്ചിട്ടു. എന്നിട്ട് ആദ്യം ഒന്ന് സെക്യൂർ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ എനിക്ക് പറ്റിയില്ല. പിന്നെ ഞാൻ ബാക്കിലോട്ട് എടുത്തു. ഞാനിപ്പോൾ കുറച്ച് നാളായിട്ട് ബാക്കിലോട്ട് ഹമ്പായിട്ട് വെക്കില്ല, ജസ്റ്റ് ഒന്ന് ട്വിസ്റ്റ് ചെയ്തിട്ട് കുറച്ച് ചെറിയൊരു ലൈറ്റായിട്ടുള്ള ഹമ്പ് കൊടുത്താട്ടോ ചെയ്യുന്നത്. അപ്പം ഞാൻ ഈ ഹെയർ സ്റ്റൈൽ ഇപ്പം മാറ്റും കേട്ടോ. എനിക്ക് അധികം ഇതാവില്ല, കാരണം ഓൾറെഡി ആ സ്മൂത്ത് ഒക്കെ പോയത് കാരണം എനിക്ക് അത്യാവശ്യം ഹെയർ നന്നായിട്ട് ഗ്രോത്ത് ചെയ്യുന്നതാണ്. അപ്പം അത് കാരണം മുടി എന്തായാലും ഫ്രണ്ട് പോർഷൻ സ്ട്രെയിറ്റ് ചെയ്തേ പറ്റുള്ളൂ, അല്ലാതെ സൈഡിലോട്ടിട്ട് അത്രയും ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ അത് കാരണം ഞാൻ ഇപ്പം തന്നെ സൈഡിലോട്ട് ബാക്ക് കോമ്പ് ചെയ്തിട്ടായിരിക്കും കെട്ടുന്നത്. അപ്പോൾ ഏതാണ് ഇയർ റിങ്സ് ചേരുക എന്ന് ഞാൻ നോക്കുന്നുണ്ട്. അപ്പം ഞാനിപ്പോൾ ഓർത്തു എന്തായാലും കുറച്ച് വലുതായിട്ടുള്ള എടുത്തേക്കാം. ഞാനിത് ഈ ഡ്രസ്സ് ഈസ്റ്ററിന് എടുത്താണ് കേട്ടോ. ഞാൻ തയ്പ്പിച്ചിരുന്നു, പക്ഷേ ഞാൻ ഇട്ടില്ല. അത്യാവശ്യം ഒരു 3 ഉണ്ടായിരുന്നത് കാരണം ഞാൻ ഇതങ്ങ് മാറ്റി വെച്ചു, പിന്നെ ഇടാമെന്ന് വെച്ചിട്ട്. അപ്പോൾ എന്തായാലും ബർത്ത്ഡേ അല്ലേ, അപ്പോൾ ഫസ്റ്റ് ടൈം അങ്ങ് ഇട്ടേക്കാമെന്ന് വിചാരിച്ച് ഇന്നാണ് കേട്ടോ ഞാൻ ഈ ഡ്രസ്സ് ആദ്യമായിട്ട് ഇടുന്നത്.
വേറെ വീഡിയോസൊന്നും കണ്ടിട്ടുണ്ടാവില്ല. പിന്നെ ഈ ഇയറിങ്സ് ആട്ടോ ഞാൻ എടുത്തത്. ഞാൻ ഇപ്പം തന്നെ മുടി മാറ്റി കെട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് എന്തോ കണ്ടോ, ഇപ്പം നോക്കിയാൽ അറിയാൻ പറ്റും. ഞാൻ നേരെ നോർമലി ഇപ്പം ഈ സ്റ്റൈലിലാണ് ഞാൻ ഹെയർ കെട്ടുന്നത്. അപ്പം കമ്മലിൻ്റെ ആണി ഒന്ന് ലൂസായിരുന്നു, അപ്പം ഞാനൊന്ന് കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാണ് ഒരു ഷോളും ഇട്ട്, പാൻറ്റ് സിൽവർ ലെഗിങ്സ് എടുക്കാനായിരുന്നു, പക്ഷേ ഞാൻ എടുത്തില്ല. പിന്നെ കയ്യിലുണ്ടായിരുന്നൊരു നീല വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വീട്ടിലല്ലേ. ഇതിപ്പോൾ എൻ്റെ ഇന്നത്തെ 30ാമത്തെ ബർത്ത്ഡേ ആണ്. അപ്പം ഇതാണ് എൻ്റെ ബർത്ത്ഡേ ആഘോഷവും. അപ്പം വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു ദിവസം വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ, ബൈ ബൈ.